നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏഞ്ചൽ എങ്ങനെയാ ഫാദർ മരണപ്പെട്ടത്? ഏഞ്ചലോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. അല്ല ഫാദർ, എനിക്ക് ആള് തെറ്റിയിട്ടില്ല. ഏഞ്ചലിന്റെ കേസ് കോടതിയിൽ അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ ഏൽപ്പിച്ചത് ഫാദറാണ്. പ്ലീസ് ഫാദറിന് എന്നോട് ദയവുണ്ടായി അതിന്റെ പിന്നിലെ സത്യം പറയണം. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ കുറെ മനുഷ്യാത്മാക്കൾ വെന്തുരുക്കും. കുറച്ച് ആളുകളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെടും. ഫാദർ, എന്നെ വിശ്വസിക്കണം. എന്റെ ഭർത്താവ് വിക്കിയെ അവര് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുക. വിക്കിയുടെ ജീവൻ അപകടത്തിലാ. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ ആളുകളാണ്. അവര് പറയുന്നത് എന്റെ ഫാദറിനല്ലോ, അതായത് വിക്കിയുടെ അച്ഛനാണ് പലതിനും കാരണക്കാരനെന്ന. വാസ്തവം എനിക്കറിയണം ഫാദർ. എന്നോട് ഇത്തിരി കരുണ കാണിക്കണം. ഇത്രയും ദൂരം വന്ന് കുട്ടിക്ക് എന്നോടൊരു കള്ളം പറയേണ്ട ആവശ്യകതയില്ലല്ലോ. പറയാം, ഞാനത് പറയാം. സാറ തേനിയിലെ ഒരു ടീ ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു. അവളുടെ സഹോദരിയായിരുന്നു ഏഞ്ചൽ. സാറ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഏഞ്ചലിനെ പഠിപ്പിച്ചിരുന്നത്. ഒരവധിക്കാലത്ത് ഏഞ്ചൽ സാറ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി. അവൾ കമ്പനിയിലേക്ക് സാറയ്ക്കൊപ്പം പോയി. അവിടെ കാണാൻ പാടില്ലാത്ത ചിലത് അവൾ കണ്ടു. എന്തായിരുന്നു ഫാദർ അത്? തേയില ഫാക്ടറിയിൽ തേയില ഉൽപാദനത്തിന്റെ മറവിൽ കഞ്ചാവിന്റെ ഓയിലും മയക്കുമരുന്ന് നിർമ്മാണവും ഏഞ്ചൽ കണ്ടെത്തി. അത് അവൾ അവളുടെ ഫോണിൽ പകർത്തുകയും ചെയ്തു. ആ ഫാക്ടറി ഉടമയെ അന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവൾ ഒരു ശ്രമവും നടത്തി. കാര്യങ്ങൾ ചാച്ചനെന്നയാളോടും സാറയോടും പിന്നെ ഏഞ്ചലിന്റെ ലവറായിരുന്ന ഫൈസിയോടും അവൾ പറഞ്ഞു. അവരെല്ലാം പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും ഏഞ്ചൽ പിന്മാറിയില്ല. ഏഞ്ചലിന്റെ ഫൈസിയുടെ മാരേജ് നേരത്തെ തീരുമാനിച്ചതാ. ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇന്റർകാസ്റ്റ് ലവ് ആയിരുന്നു ഫൈസിയുടെയും ഏഞ്ചലിന്റേതും. ഓക്കെ ഫാദർ, പിന്നീട് ഏഞ്ചലിന് എന്താ സംഭവിച്ചത്? അതാ എനിക്കറിയേണ്ടത്. ഫാക്ടറിയിലുണ്ടായ ഒരു തീപിടുത്തം, അതില് ഏഞ്ചൽ മരണപ്പെട്ടു. സാരമായ പരിക്കുകളോടെ സാറ രക്ഷപ്പെടുകയും ചെയ്തു. ആ തീപിടുത്തം താനെ ഉണ്ടായതല്ല, ആരോ കരുതിക്കൂട്ടി ഏഞ്ചലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാ. ഫാദർ, ആരോന്ന് പറഞ്ഞ അതാരാ? ആ ഫാക്ടറിയുടെ ഉടമസ്ഥനും സംഘവും. അല്ലാതാരാ? ആരാണ് ആ ഫാക്ടറിയുടെ ഉടമ? വൺ മിസ്റ്റർ രാജ്മോഹൻ. നാളത്തെ ദിവസം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാളെ ധനുമാസത്തിലെ തിരുവാതിരയാ. ഓ, രാജേട്ടന്റെ പിറന്നാള്. അടിപൊളി. നമുക്കിതങ്ങ് പൊളിക്കണം. എല്ലാവരെയും വിളിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തി അങ്ങ് പേരിപ്പിക്കണം. വേണ്ട വേണ്ട, അതൊന്നും അവൻ ഇഷ്ടപ്പെടില്ല. വേണമെങ്കിൽ ഒരു കേക്കോ മറ്റോ മുറിച്ച് നമുക്കും പിന്നെ നമ്മളുമായി ബന്ധമുള്ള വേണ്ടപ്പെട്ട ആൾക്കാരെയും വിളിച്ച് ചെറിയൊരു ആഘോഷം, അത് മതി. ആ അതെ, അത് തന്നെ മതി. ഇപ്പോ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. ചെറുതെങ്കിൽ ചെറുതായിട്ട് നമ്മളൊന്നും ആഘോഷിക്കുന്നു അല്ലേ? ഒരു ആഘോഷം നടന്നിട്ട് ഇവിടെ എത്ര നാളായി. ടെൻഷന്റെ ഘോഷയാത്ര ആയിരുന്നില്ലേ ഇവിടെ? ആ അന്തരീക്ഷം ഒന്ന് മാറട്ടെ അല്ലേ അഞ്ജലി? അതെ അതെ, മതി. കുറച്ചാളുകൾ മതി. എന്നാലും വരുന്നവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ, അവരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. അതില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷം? ഈ സാഹചര്യത്തിൽ എന്റെ ചന്ദ്രേട്ടനും മാധവും സ്ഥലത്തില്ലാതായി പോയല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അതിനവര് ബാംഗ്ലൂരിൽ നിന്ന് നാളെ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? നടക്കുമെന്ന് തോന്നുന്നില്ല. മാധവന് മറ്റെന്തോ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് നാളെയാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ പിന്നെ അവര് പ്രതീക്ഷിക്കൊന്നും വേണ്ട. അല്ല, അവര് വരുമ്പോ അവർക്ക് വേണ്ടി നമുക്ക് ബർത്ത്ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം, അതുപോലെ. അതാ, അപ്പോഴും നമുക്കൊരു കേക്കും കൂടി മുറിക്കാലോ. പ്രശ്നം തീരുമല്ലോ. അപ്പോ നാളെ നമ്മള് രാജ്മോഹന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. യെസ്. ഹായ് അഞ്ജലി. ഹായ് ഗ്രീഷ്മ. എത്ര നാളായടാ കണ്ടിട്ട്? ഒന്ന് വിളിക്കു പോലും ഇല്ലല്ലോ. ഹായ് മുത്തശ്ശി. മോള് സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു മുത്തശ്ശി. നീ ഇരിക്ക.
നീ എന്താ നേരിൽ കാണണമെന്ന് പറഞ്ഞത്? എനിക്കൊരു ധൈര്യത്തിന്. എന്റെ ധൈര്യമെല്ലാം ചോരുന്നത് പോലെ ഒരു തോന്നല്. മാത്രമല്ല, ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. കൊട്ടിക്കലാശം നടത്തി കൊടിയിറക്കുവാ നമ്മള്. എനിക്കൊന്നും മനസ്സിലായില്ല. മൈ ഗോഡ്, എന്താ ഈ കേക്കുന്നേ? നീ ഇത് കേട്ടപ്പോ ഞെട്ടി. ഇത്രയും നാളിത് മനസ്സിലാക്കിയിട്ടും ആരോടും ഒന്നും പറയാതെ നടന്ന എന്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവോ? എന്റെ കുഞ്ഞ് ഇതുവരെ ഉമിത്തിയിൽ വെന്തുരുകയായിരുന്നു. ഫൈസി എന്ന വിക്കിയുടെ അപരൻ അവന്റെ കാമുകിയായ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം തീർക്കാനാ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. അവന്റെ ലക്ഷ്യം അങ്കിളുടെ ജീവനാ. അവൻ അതിനാ ഇവിടെ നിൽക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സഹായത്തിനായി ഗ്രീഷ്മ എന്റെ ഒപ്പം വേണം. അതിനാ നിന്നോട് വരാൻ ഞാൻ പറഞ്ഞത്. എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നീ പറഞ്ഞാ മതി, ജീവൻ തരും ഞാൻ. നീ എനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവളാ. ജീവൻ കളയണ്ട, ജീവൻ എടുക്കണം. നീ ചെയ്യണ്ട, മുത്തശ്ശിയും ചെയ്യണ്ട. അത് ഞാൻ തന്നെ ചെയ്തോളാം. എന്തുകൊണ്ടും അവരെന്റെ പ്രാണനെടുക്കാൻ മറ്റാരെക്കാളും യോഗ്യത എനിക്കാണ്. അഞ്ജലി, നീ എന്ത് വെട്ടിത്തോയി പറയുന്നത്? അതെ അഞ്ജലി, അത് ഭീകര മണ്ടത്തരമാവും. ഇത്രയും കഷ്ടപ്പെട്ട് വള്ളം തുഴഞ്ഞ് നീ ഒരു കരക്കെത്തിച്ചിട്ട് നീ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയായിരിക്കും. നീ നിന്റെ വിക്കിയെ രക്ഷിച്ച് ഇവിടെ എത്തിച്ചിട്ട് നിനക്ക് ജയിലിൽ പോയി കിടക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ടത്, ത്യാഗവും ദുരിതവും അനുഭവിച്ചത്? വേണ്ട മോളെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. അവനുള്ള ശിക്ഷ നമ്മളല്ല വിധിക്കുന്നത്, ഉടയ തമ്പുരാനാ. തമ്പുരാന്റെ കോടതി അവന്റെ കേസെടുക്കും, ശിക്ഷയും വിധിക്കും. അത് ഈ മുത്തശ്ശിയുടെ വിശ്വാസമാ. ഉറപ്പായും അത് സംഭവിക്കും. നീ ഒന്നും ചെയ്യണ്ട. ഇത്ര എന്നെ ദ്രോഹിച്ച അവനെ ഞാൻ വെറുതെ വിടണോ? നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ അനുഭവിച്ച മാനസിക പീഡനം എത്രയാണെന്ന്. എന്റെ വ്യക്തിത്വവും അഭിമാനവും വരെ അവന്റെ മുമ്പിൽ അടിയറവ് വെക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഞാൻ തന്ത്രപരമായി പിടിച്ചു നിന്നുകൊണ്ട് മാത്രമോ എന്റെ മാനം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവൻ എന്നെ... സങ്കടപ്പെടണ്ട, എല്ലാം കലങ്ങി തെളിയും. വിഷമിക്കാതിരിക്കെ. എന്നാലും എനിക്കവനെ വെറുതെ വിടാൻ കഴിയില്ല. തന്ത്രത്തിൽ അവസാനിപ്പിക്കും ഞാൻ അവനെ. ഇതെന്റെ ശബ്ദമാ. എന്താ മോളെ, അത്യാവശ്യമായി നേരിൽ കാണണമെന്ന് പറഞ്ഞത്? ഫോണിൽ പറയാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ? നീ എന്താ മോളെ ഇങ്ങനെ ഭയന്നിരിക്കുന്നത്? എന്തായാലും കാര്യം പറയേ. അച്ഛാ, നമ്മൾ വിചാരിച്ച പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ. വലിയ പ്രശ്നം. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, കൈവിട്ട് പോയ മട്ട. ദേ, നീ വെറുതെ വളഞ്ഞു പിടിച്ച് പറയാതെ നേരെ കാര്യത്തിലേക്ക് വാ. അച്ഛാ, അവൻ വിക്കിയല്ല,